2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസിൽ നിന്ന് ബി.ജെ.പിയിലേക്ക് നേതാക്കന്മാർ പോകുന്നു എന്ന ഒരു വാദമായിരുന്നു ഇടതുപക്ഷം കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും കാര്യമായി പ്രചരിപ്പിച്ചിരുന്ന ഒരു കാര്യം. നവമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലുമെല്ലാം കോൺഗ്രസിൽ നിന്ന് എല്ലാവരും ബി.ജെ.പിയിലേക്ക് പോകുന്നു, ഇന്നത്തെ കോൺഗ്രസ്സുകാർ നാളത്തെ ബി.ജെ.പിക്കാരാണെന്ന തരത്തിലേക്കുള്ള വലിയ വാദപ്രതിവാദങ്ങളും പ്രചരണങ്ങളും ഒക്കെ നടന്നിരുന്നു. ഈ സാഹചര്യത്തിൽ നിരവധി തവണ ബി.ജെ.പിയുടെ നേതാക്കന്മാർ അറിയിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു, ഇനിയും കോൺഗ്രസിൽ നിന്ന് നിരവധി പേർ ബി.ജെ.പിയിലേക്ക് പോകും. അത് പത്മജയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, കേരളത്തിലെ പ്രഗത്ഭരായ കോൺഗ്രസ് നേതാക്കന്മാരിൽ ഭൂരിഭാഗം ആളുകളെയും ഇനിയും കോൺഗ്രസിൽ നിന്ന് ബി.ജെ.പിയിലേക്ക് എത്തിക്കും. ഇനിയും ഒരുപാട് പേര് വരും. അത് കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല, മറ്റു പാർട്ടികളിൽ നിന്നുമുള്ള നേതാക്കന്മാരെയും ബി.ജെ.പിയിലേക്ക് കൊണ്ടുവരും എന്ന് ബി.ജെ.പിയുടെ സംസ്ഥാന നേതാവ് കെ സുരേന്ദ്രൻ അടക്കമുള്ള ബി.ജെ.പിയുടെ വക്താക്കന്മാർ, ബി.ജെ.പിയുടെ നേതാക്കന്മാർ, ബി.ജെ.പിയുടെ പ്രധാന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ പറഞ്ഞിരുന്നു. അതിൽ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന ഒരു പരിപാടിയിൽ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ നിരവധി പേർ, പ്രാദേശിക തലത്തിലുള്ള കുറേ നേതാക്കന്മാരൊക്കെ കോൺഗ്രസിൽ നിന്ന് ബി.ജെ.പിയിലേക്ക് പോയിരുന്നു. അതിൽ വർഷങ്ങളായി പഞ്ചായത്ത് പ്രസിഡന്റായിട്ടിരുന്ന ആളുകളുണ്ടായിരുന്നു, പഞ്ചായത്ത് മെമ്പർമാരുണ്ടായിരുന്നു, പ്രാദേശിക തലത്തിൽ ബൂത്ത് നേതാക്കന്മാരായിരുന്നവരുണ്ടായിരുന്നു. അതല്ലാതെ അതിനപ്പുറത്തേക്ക് സംസ്ഥാന തലത്തിലെ നേതാക്കന്മാരെയോ ജില്ലാ തലത്തിലെ നേതാക്കന്മാരെയോ ഒന്നും അങ്ങനെ കോൺഗ്രസിൽ നിന്ന് ബി.ജെ.പിയിലേക്ക് കൊണ്ടുപോകാൻ അന്നത്തെ പരിപാടിക്ക് സാധിച്ചില്ല. അത് ബി.ജെ.പിക്ക് വലിയ ഒരു ട്രോളുകളായി, അല്ല ബി.ജെ.പിക്ക് വലിയ ഒരു നാണക്കേട് പോലെയുള്ള തരത്തിലേക്ക് കോൺഗ്രസ് പാളയങ്ങളിൽ നിന്നും വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ അന്ന് ബി.ജെ.പി നേതാക്കന്മാർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല മറ്റ് പാർട്ടികളിൽ നിന്നുള്ള നേതാക്കന്മാരെയും അണികളെയും പ്രവർത്തകരെയും ഒക്കെ ബി.ജെ.പിയിലേക്ക് കൊണ്ടുവരും എന്നൊരു പ്രസ്താവന കൂടി ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നടത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്നു രാവിലെ 9:15 LDFിന്റെ ഘടകകക്ഷിയായി നിൽക്കുന്ന RJDയുടെ നേതാവായ വി സുരേന്ദ്രൻ പിള്ളയെ ഇന്ന് 9:15 രാജീവ് ചന്ദ്രശേഖരൻ എന്ന കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്തിന്റെ ബി.ജെ.പി സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖരൻ ഇന്ന് അദ്ദേഹത്തിന്റെ ഭവനത്തിൽ ചെല്ലുകയും 9:15 അവിടെ എത്തുകയും അദ്ദേഹത്തെ സന്ദർശിക്കുകയും ഏകദേശം 15 മിനിറ്റോളം അദ്ദേഹവുമായി സംസാരിക്കുകയും ചെയ്തു. സംസാരിച്ചതിന് ശേഷം വി സുരേന്ദ്രൻ പിള്ള എന്ന ഇടതുപക്ഷത്തിന്റെ ഘടകകക്ഷിയായ RJDയുടെ നേതാവ് രാജീവ് ചന്ദ്രശേഖരനെ യാത്ര അയക്കുവാൻ വീടിന് പുറത്ത് ഇറങ്ങി വരികയും ഹസ്തദാനം നൽകി അദ്ദേഹത്തെ യാത്ര അയക്കുകയും ചെയ്തു. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ വി സുരേന്ദ്രൻ പിള്ള പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം വോട്ടഭ്യർത്ഥിക്കുവാൻ വന്നതാണ്. വോട്ടഭ്യർത്ഥിക്കുവാൻ വന്നപ്പോൾ താൻ അതിനോട് അദ്ദേഹം പറയുന്നതൊക്കെ കേട്ടിരുന്നു, ഒടുവിൽ പറഞ്ഞയക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞാൽ ഉടൻ പന്നിൻ രവീന്ദ്രന് വേണ്ടിയുള്ള പ്രചാരണ പരിപാടികളുമായി ബന്ധപ്പെട്ട് താൻ രംഗത്തേക്ക് ഇറങ്ങും എന്ന ഒരു മറുപടിയാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വി സുരേന്ദ്രൻ പിള്ള നൽകിയതെങ്കിൽ പോലും എന്തിനാണ് ഒരു ഇടതുപക്ഷത്തിനോടൊപ്പം സഹയാത്രികനായി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ, ഘടകകക്ഷിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുതിർന്ന നേതാവിൻ്റെ ഭവന സന്ദർശനം രാജീവ് ചന്ദ്രശേഖരൻ നടത്തിയത്? അതിനോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ റിസോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ബന്ധം EP ജയരാജനുണ്ട് എന്നടക്കമുള്ള പല പ്രസ്താവനകളും സജീവമായി നിൽക്കുന്ന അവസ്ഥയിൽ LDFിന്റെ നേതാവായ RJDയുടെ നേതാവായ വി സുരേന്ദ്രൻ പിള്ള ഇനി ഇടതുപക്ഷത്തേക്ക് പോകുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ ചർച്ചയായി നിലനിൽക്കുന്ന ഒരു കാര്യം. പത്മജ വേണുഗോപാൽ അടക്കം ആദ്യഘട്ടങ്ങളിൽ ഈ ചർച്ച കഴിഞ്ഞപ്പോൾ തങ്ങൾ അങ്ങനെ പാർട്ടി വിട്ട് പോകില്ല എന്ന് പറഞ്ഞിരുന്നു, എങ്കിലും അവർ ബി.ജെ.പിയിലേക്ക് പോവുകയായിരുന്നു. മുൻ ദേവികുളം MLA അടക്കമുള്ള LDFിന്റെ മറ്റ് പല നേതാക്കന്മാരെയും ഇത്തരത്തിൽ ബി.ജെ.പി സമീപിച്ചപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് അകന്നു നിൽക്കുകയായിരുന്നു. ആ സാഹചര്യം ഒക്കെ പരിശോധിക്കുമ്പോൾ RJDയുടെ നേതാവായ LDFിന്റെ ഘടകകക്ഷിയായ RJDയുടെ നേതാവായ വി സുരേന്ദ്രൻ പിള്ള ബി.ജെ.പിയിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ ചർച്ചയായി നിലനിൽക്കുന്ന ഒരു കാര്യം. എന്നിരുന്നാലും അദ്ദേഹം മാധ്യമത്തോട് പറഞ്ഞത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. തന്നോട് വോട്ടഭ്യർത്ഥിച്ചിട്ടേ ഉള്ളൂ, താൻ പന്നിൻ രവീന്ദ്രന്റെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ പന്നിൻ രവീന്ദ്രന്റെ പ്രചരണ പരിപാടികൾക്ക് വേണ്ടി പോകുവാൻ തയ്യാറെടുക്കുകയാണ് എന്ന ഒരു മറുപടി. ആ മറുപടിയിൽ താൻ LDF വിട്ട് പോവുകയില്ല, LDFിന്റെ ഘടകകക്ഷിയായി തന്നെ തുടരും, ബി.ജെ.പി പാളയത്തിലേക്ക് പോകില്ല എന്നതിൻ്റെ ഒരു മറുപടിയാണോ അല്ലെങ്കിൽ ഒരു സൂചനയാണോ എന്ന് ഒരു സൂചനയായിട്ടാണ് അതിനെ കാണാൻ സാധിക്കുക. എന്നിരുന്നാലും രാജീവ് ചന്ദ്രശേഖരന്റെ ആ സന്ദർശനം ഇപ്പോൾ രാഷ്ട്രീയ ഇടങ്ങളിൽ, കവലകളിൽ ഒക്കെ വലിയ ഒരു ചർച്ചാ വിഷയമായി നിലനിൽക്കുകയാണ്.